നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കാലവർഷക്കെടുതി പാലക്കാട് ജില്ലയിൽ വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശം. പാലക്കാട് ജില്ലാതല അവലോകന യോഗം. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ഉടൻ ചേരും. അധികാരം ജനസേവനത്തിന് മാത്രമായി ഉപയോഗിച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം. കരുണയും സഹാനുഭൂതിയുമില്ലാത്തവർ നാടുവാഴുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മഹത്വം കേരള ജനത വ്യക്തമായി തിരിച്ചറിയുന്നുണ്ടെന്നും വി.ടി. ബൽറാം. വിവിധ കേന്ദ്രങ്ങളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വീട്ടമ്മയ്ക്ക് പാമ്പ് കടിയേറ്റിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പിന്റെ സ്ഥിരീകരണം. താലൂക്ക് ആശുപത്രിയിൽ ആന്റിവെനമുണ്ടായിട്ടും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത നടപടി തെറ്റായിപ്പോയെന്നും ആരോഗ്യവകുപ്പ്. വിശദമായ അന്വേഷണത്തിന് ഡിഎംഒയെ ചുമതലപ്പെടുത്തി. വാർത്തകൾ വിശദമായി. മഴക്കാലത്തുണ്ടാകുന്ന ദുരിതങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശം. പാലക്കാട് ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിലാണ് മന്ത്രി വകുപ്പുകൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. നാട്ടുകാരുടെ പരാതികൾക്ക് കാലതാമസം കൂടാതെ പരിഹാരമുണ്ടാക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അപകടകരമായി പാതയോരങ്ങളിലും മറ്റും നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനിക്കുന്നതിനായി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ ഈ മാസം അടിയന്തര യോഗം ചേരും. പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, PWD റോഡ്സ്, ബിൽഡിംഗ്, KSCB, വനം വകുപ്പ്, സോഷ്യൽ ഫോറസ്ട്രി, ജല അതോറിറ്റി, ജലസേചനം, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, പോലീസ്, അഗ്നിരക്ഷാസേന, KRFB, KSTP ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ചാവും യോഗം വിളിച്ചു ചേർക്കുക. മണ്ഡലാടിസ്ഥാനത്തിൽ ചുമതലയുള്ള ഡെപ്യൂട്ടി കലക്ടർമാർ, ബന്ധപ്പെട്ട തഹസിൽദാർമാർ എന്നിവരെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മരമുറിയുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾക്കിടയിലുള്ള ആശയക്കുഴപ്പങ്ങൾ നീക്കി ശാശ്വത പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി അറിയിച്ചു. ജില്ലയിൽ കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് എംഎൽഎമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗം ചേർന്നത്. യോഗത്തിൽ ജില്ലാ കലക്ടർ ഡോക്ടർ S. ചിത്ര, ADM കെ ബിജു എന്നിവരും പങ്കെടുത്തു. വൈദ്യുതി അപകടങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വിവരമറിയിക്കാൻ ജില്ലാതലത്തിൽ കൺട്രോൾ റൂം സ്ഥാപിക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി KSCBക്ക് നിർദ്ദേശം നൽകി. ജലസേചന വകുപ്പ് ഡാമുകളിൽ ജലം നിയന്ത്രണ വിധേയമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അപകടാവസ്ഥയിലുള്ള വീടുകൾ സംബന്ധിച്ച വിവരശേഖരണത്തിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മന്ത്രി നിർദ്ദേശം നൽകി. ജീവന ഭീഷണിയായ മരം മുറിക്കാൻ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിക്കുന്നതിന് അനുമതി നൽകുമെന്ന് മന്ത്രി MP രാജേഷ് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്ത് അറിയിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ കണക്കെടുക്കും. അത്തരം പ്രദേശങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ PWD റോഡ്സ് വിഭാഗത്തിന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. മലമ്പുഴ തുറക്കാതെ തന്നെ ഭാരതപ്പുഴ നിറഞ്ഞു കവിയുന്ന സ്ഥിതിയുണ്ടെന്നും തൂതപ്പുഴയിലെ ജലം കൂടി ചേരുമ്പോൾ ഷൊർണൂർ മണ്ഡലത്തിൽ വലിയ അപകട സാധ്യതയുണ്ടെന്നും P. മമ്മിക്കുട്ടി MLA യോഗത്തിൽ അറിയിച്ചു. വലിയ വാഹനങ്ങൾ കയറ്റിപ്പോകുന്നത് കുമ്പിടി തൃത്താല റോഡ് അപകടാവസ്ഥയിലാക്കുന്നതായും MLA പറഞ്ഞു. ഒറ്റപ്പാലം മണ്ഡലത്തിലൂടെ പോകുന്ന മുണ്ടൂർ തൂത റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ടെന്നും അപകടാവസ്ഥയിലുള്ള പാലങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ ആവശ്യപ്പെട്ടു. പാതയോരത്തെ മരങ്ങൾ മുറിക്കുന്നതിനു പുറമെ ജനവാസ മേഖലയിലേതുകൂടി പരിഗണിക്കണമെന്നും വീടുകളുടെ കേടുപാടുകൾ നീക്കുന്നതിനേക്കാൾ അവ പുനർനിർമ്മിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കണമെന്നും യോഗത്തിൽ K. ശാന്തകുമാരി MLA ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആറ്റൂർ അസുരൻകുണ്ട് ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീണ്ടും ഷട്ടറുകൾ ഉയർത്തി. വ്യാഴാഴ്ച രാവിലെയോടെ ഡാമിലെ 3 ഷട്ടറുകൾ 6 സെന്റിമീറ്ററോളമാണ് ഉയർത്തിയിരിക്കുന്നത്. ചേലക്കര ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വ്യാഴാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് ഷട്ടറുകൾ തുറന്നത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാലാണ് വീണ്ടും ഡാമിലെ വെള്ളം തുറന്നുവിടാൻ കാരണമായത്. നിലവിലെ സാഹചര്യത്തിൽ ഡാമിലെ വെള്ളം കൂടി തുറന്നുവിട്ടതോടെ പലയിടങ്ങളിലും വെള്ളം കയറുവാനുള്ള സാധ്യതയും ഏറെയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വേണ്ട ജാഗ്രത സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അധികാരം ജനസേവനത്തിന് മാത്രമായി ഉപയോഗിച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KPCC വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൽറാം. കരുണയും സഹാനുഭൂതിയുമില്ലാത്തവർ നാട് ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മഹത്വം എത്രമാത്രമായിരുന്നുവെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ടെന്നും വി.ടി. ബൽറാം പറഞ്ഞു. പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ആദ്യം വരേണ്ടത് ദരിദ്രരുടെ മുഖമാണെന്ന ഗാന്ധിവചനം പ്രാവർത്തികമാക്കിയ ഭരണാധികാരിയാണ് ഉമ്മൻചാണ്ടി.
അധികാരം സേവനത്തിന് മാത്രമായി ഉപയോഗിച്ച ഉമ്മൻചാണ്ടിയുടെ വികസന പ്രവർത്തനങ്ങൾ വിസ്മരിക്കാനാകില്ല. വിഴിഞ്ഞം, കൊച്ചി മെട്രോ, ഗെയിൽ, കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണമാണ്. രാഷ്ട്രപിതാവിൻ്റെ സന്ദേശങ്ങൾ നടപ്പാക്കിയ വർത്തമാനകാല നേതാവാണ് ഉമ്മൻചാണ്ടി. ആരോപണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴും ജനഹൃദയങ്ങളിലും നീതിപീഠത്തിന് മുന്നിലും അഗ്നിശുദ്ധി വരുത്തി. അഴിമതി കേസുകൾ ഇല്ലാതാക്കാൻ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നവർക്കിടയിൽ നിന്ന് നോക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ മഹത്വം വ്യക്തമാകുന്നതെന്നും വി.ടി. ബൽറാം പറഞ്ഞു. ഭരണാധികാരിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഓരോ കാര്യവും ഈ രാഷ്ട്രീയത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഏത് തരത്തിലുള്ള ഒരു ഭരണമാണ് ഈ രാജ്യത്ത് ഉണ്ടാവേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്കൊരു സങ്കല്പമുണ്ട് എന്ന് ഗാന്ധി പിന്നീട് വേറെ ദിവസത്തിൽ പറയുന്നു. അദ്ദേഹം അതിന് മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണ്. അപ്പൊ ആ നിലയിൽ ഏറ്റവും സാധാരണക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജനാധിപത്യം നമുക്ക് നൽകുന്ന അവസരമാണ് അധികാരം, മറ്റൊന്നിനുമല്ല. നിരന്തരമായ ജനസേവനത്തിന്റെ പാതയിൽ നമുക്ക് വീണ് കിട്ടുന്ന ഈ അവസരത്തെ ആർക്കു വേണ്ടിയാണോ ഉപകാരപ്പെടുത്തേണ്ടത് അവർക്ക് വേണ്ടി ഉപകാരപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈ ചിന്ത തന്റെ സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് വൻ സ്വീകാര്യത ലഭിച്ചത് ഉമ്മൻചാണ്ടിയെയും ഇന്നത്തെ ഭരണാധികാരികളെയും ജനങ്ങൾ താരതമ്യം ചെയ്തതുകൊണ്ടുകൂടിയാണെന്നും ബൽറാം ചൂണ്ടിക്കാട്ടി. അനുസ്മരണ സമ്മേളനത്തിന് മുമ്പ് യു.ഡി.എഫ് നേതാക്കളും പ്രവർത്തകരും ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഡി.സി.സി പ്രസിഡന്റ് എ. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ പി. ബാലഗോപാലൻ, കെ. അപ്പു, വി. രാമചന്ദ്രൻ, സി. ബാലൻ, മനോജ് ചിങ്ങന്നൂർ, രാജേശ്വരി ജയപ്രകാശ്, പി. വി. രാജേഷ്, കെ. എൽ. കുമാരി, യു.ഡി.എഫ് നേതാക്കളായ ബി. രാജേന്ദ്രൻ നായർ, ശിവാനന്ദൻ, എൻ. ഷംസുദ്ദീൻ എം.എൽ.എ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കരയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം. എൻ. ഗോകുൽദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. അടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അന്ന് അദ്ദേഹം ദീർഘവീക്ഷണത്തോടു കൂടി ഉള്ള ഒരു കാൽവെപ്പായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് വെക്കുക എന്നത്. ഇന്ന് ലോകത്തിലെ തന്നെ 1ാം നമ്പർ തുറമുഖമായി മാറാൻ പോകുന്ന വിഴിഞ്ഞം, അതേപോലെ തന്നെ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ, പെൻഷനുകളായാലും മറ്റ് അരിയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അദ്ദേഹം, തൊഴിലുറപ്പ് മേഖലയിലായാലും എല്ലാറ്റിലും അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എം. എ. തൗഫീഖ് അധ്യക്ഷനായി. ലീല ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം കെ. ബി. വിനോദ്, വി. കണ്ണൻ, നിർമ്മല, വി. വസുമതിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം ഡി.സി.സി സെക്രട്ടറി ടി. കെ. ഹമീദ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടി ഇന്ന് കാണിക്കുന്ന ഭരണാധികാരികളുടെ പോലെ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് കാണിക്കുന്നവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. 14ാം വാർഡിൽ ഉള്ള ഒരു കൃഷ്ണകുമാർ എന്ന ഒരു കുട്ടിക്ക് ലിവറിന് അസുഖം വന്നപ്പോൾ അപേക്ഷ കൊടുപ്പിക്കുകയും ആ അപേക്ഷ അയച്ചു കൊടുത്തു. അത് 14ാം തീയതി ഇവിടെ വെച്ച് നടക്കുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ഈ പദ്ധതിയിൽ നിന്നും സഹായിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറായി. കുളപ്പുള്ളി KMIC ഓഡിറ്റോറിയത്തിലായിരുന്നു അനുസ്മരണ യോഗം. അനുസ്മരണത്തിന്റെ ഭാഗമായി കിടപ്പ് രോഗികൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. ഡി.സി.സി വൈസ് പ്രസിഡന്റ് ടി.എച്ച്. ഫിറോസ് ബാബു, കെ. കൃഷ്ണകുമാർ, ടി. കെ. ബഷീർ, കെ. എൻ. അനിൽകുമാർ, എ. ഉണ്ണികൃഷ്ണൻ, പി. മുഹമ്മദ്, ഒ. എം. ഗോപികൃഷ്ണൻ, നഗരസഭാ കൗൺസിലർമാരായ ശ്രീകല രാജൻ, സി. സന്ധ്യ, പ്രവീൺ, വി. എം. സരോജിനി, ലീല, പി. എം. മുരളീധരൻ, എ. സി. ഉദയൻ, ശിവദാസൻ, വിനയകുമാർ, കൃഷ്ണൻകുട്ടി, ഗിരിജ ടീച്ചർ, പി. സി. രാമൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് യുവതിയായ വീട്ടമ്മയ്ക്ക് പാമ്പുകടിയേറ്റിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. താലൂക്ക് ആശുപത്രിയിൽ സ്നേക്ക് ആന്റിവെനമുണ്ടായിട്ടും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത നടപടിയെയും ആരോഗ്യവകുപ്പ് വിമർശിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് പുതുനഗരം കരിപ്പോട് സ്വദേശിനി ഗായത്രിക്ക് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പാമ്പുകടിയേറ്റതായി പറയുന്നത്. ഗായത്രിയുടെ കുട്ടിക്ക് പനി ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. കുട്ടിയുടെ യൂറിൻ പരിശോധിക്കാൻ ശേഖരിക്കുന്നതിനിടെ തറയിൽ പോയ യൂറിൻ വൃത്തിയാക്കാനായി ചൂലെടുക്കുന്ന സമയത്ത് പാമ്പുകടിയേറ്റതായാണ് ഗായത്രി പറഞ്ഞത്. ഇത് ഭീതിയിൽ നിന്നുണ്ടായ തോന്നൽ മാത്രമായിരുന്നു. വിദഗ്ധ പരിശോധന നടത്തുന്നതിന് പകരം ഗായത്രിയെ ചിറ്റൂർ താലൂക്ക് ആശുപത്രി അധികൃതർ മേജർ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ജില്ലാ ആശുപത്രിയിലെ വിദഗ്ധ പരിശോധനയിൽ പാമ്പുകടിയേറ്റതിൻ്റെ പാടുകളൊന്നും കണ്ടെത്താനായില്ല. മാത്രമല്ല, ബന്ധുക്കൾ പിടികൂടിക്കൊണ്ടുവന്ന പാമ്പിന് വിഷമില്ലെന്ന് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ ചിറ്റൂർ താലൂക്ക് ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായി ആരോഗ്യവകുപ്പ് വിലയിരുത്തി. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ DMOയെ ആരോഗ്യവകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 4 പേരെ രക്ഷിച്ച അഗ്നിരക്ഷാസേന അംഗങ്ങൾക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അനുമോദനം. ചിറ്റൂർ ഫയർ സ്റ്റേഷനിലെത്തി പൊന്നാടയണിയിച്ചും മധുരം നൽകിയുമാണ് മന്ത്രി സേനാംഗങ്ങളെ അനുമോദിച്ചത്. പ്രാദേശിക പണികൾക്കായി ചിറ്റൂരിലെത്തിയ മൈസൂരു ഹുൻസൂർ സ്വദേശികൾ കഴിഞ്ഞ 16-നാണ് ചിറ്റൂർ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടത്. മൈസൂരു സ്വദേശികളായ കെ ലക്ഷ്മണൻ, ഭാര്യ ദേവി, മകൻ സുരേഷ്, ലക്ഷ്മണന്റെ മകൻ വിഷ്ണു എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത്. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ ലഭിച്ചതും ആളിയാറിൽ നിന്ന് ചിറ്റൂർ പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടതും പുഴയിൽ വെള്ളം കൂടാൻ കാരണമായി. പുഴയുടെ നടുവിൽ അകപ്പെട്ടവരെ രക്ഷിക്കാനായി സമയോചിതമായി ഇടപെട്ട് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ഫയർഫോഴ്സ് 4 പേരെയും കരക്കെത്തിച്ചത്. ഒഴുക്കുള്ള പുഴമധ്യത്തിലെ മരത്തിൽ വടംകെട്ടൽ തന്നെ ഏറെ ശ്രമകരമായിരുന്നു. ചിറ്റൂർ അഗ്നിരക്ഷാ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ G. മധുവിൻ്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ ഷഫീർ, രമേഷ്, മനു, പ്രദീപ് കുമാർ, പ്രിൻസ്, ജേക്കബ്, ബിജു എന്നിവരാണ് പുഴയിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയത്. പോലീസ് സേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ചിറ്റൂർ ഫയർഫോഴ്സ് ഓഫീസിലെത്തി മധുരം നൽകിയും പൊന്നാടയണിയിച്ചുമാണ് സേനാംഗങ്ങളെ മന്ത്രി അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കാരക്കാട് ജീവധ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധ കഞ്ഞി വിതരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കാരക്കാട് ജീവധ ട്രസ്റ്റിന്റെ ആരോഗ്യ പ്രൊജക്ടിന്റെ ഭാഗമായി 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിനാണ് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ CK സൗമ്യ അധ്യക്ഷത വഹിച്ചു. ജീവധ ട്രസ്റ്റ് ചെയർപേഴ്സൺ KV സംയുക്ത സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃപാ സാജൻ മുഖ്യാതിഥിയായിരുന്നു. കർക്കിടക മാസാചരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ കൃപാ സാജൻ വിശദീകരിച്ചു. യോഗാചാര്യനും പ്രകൃതി ചികിത്സാ ഡോക്ടറുമായ N. ഗോവിന്ദൻ, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ഷൊർണൂർ കോർഡിനേറ്റർ K. മോഹനൻ, ആശാ വർക്കർ C. പുഷ്പ എന്നിവർ പ്രസംഗിച്ചു. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹിന്ദിക്ക് 3ഉം 9ഉം റാങ്ക് കരസ്ഥമാക്കിയ VK സൂര്യ, P. സാന്ദ്ര എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജീവധ ട്രസ്റ്റ് ഖജാൻജി K. ഷീജ നന്ദി പറഞ്ഞു. കർക്കിടക കഞ്ഞി വിതരണത്തിൻ്റെ 2ാം ദിനത്തോടനുബന്ധിച്ച് രാമായണ മാസത്തിലൂടെ നിങ്ങളെ അറിയുക എന്ന വിഷയത്തിൽ ഇന്റർനാഷണൽ ട്രെയിനർ VB ഹരീഷ് ബാബു സംസാരിച്ചു. എനിക്ക് 2 മക്കളാണ്. ഒരുത്തൻ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് അവൻ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാൻ നിൽക്കണം എഞ്ചിനീയറിംഗിന്. പിന്നെ ഒരു 3ാം ക്ലാസ്സുകാരൻ. ഞാൻ ജ്യോതിയിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞ കർക്കിടക മാസമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാനും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ ലാസ്റ്റ് ഞാൻ ജ്യോതിയിൽ അവനെ ചേർക്കാൻ പോയി. അപ്പോൾ പ്രിൻസിപ്പളുടെ റൂമിൽ പോയി. അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, ഏതായാലും ഇവിടെ ചേരാൻ പോകണമല്ലേ, എന്നാൽ പോയിട്ട് അനുഗ്രഹം മേടിച്ചേക്കുന്നത്. അവൻ ഓടി ചെന്ന് പ്രിൻസിപ്പൾ അച്ഛൻ്റെ കാല തൊട്ടു. നമ്മൾ കാണുന്ന എന്താ നീറ്റ് നിന്നിട്ട് ഫാദർ ഗോഡ് ബ്ലസ് യു മൈ ഡിയർ സൺ. അപ്പോൾ വേറൊരു സാറ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അവിടെയും പോയി തൊട്ടു. എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ കേൾക്കണത് എന്താ അറിയോ, ഫാദറും മറ്റേ സാറും കൂടി ഇങ്ങനത്തെ പിള്ളേരൊക്കെ എപ്പോഴും ഉണ്ടല്ലേ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലൈറ്റ് അണച്ചാൽ മനുഷ്യർക്കു പകരം തൃശൂർ നഗരത്തിലെ ഒരു ഹോട്ടലിൽ എത്തുന്നത് ആമകളാണ്. സമീപത്തെ ക്ഷേത്രക്കുളത്തിൽ നിന്ന് വരിവരിയായി എത്തുന്ന ആമകൾ ഉപ്പുമാവും വടയും പഴംപൊരിയും കഴിച്ചാണ് മടങ്ങുക. പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ജവാൻ ഹോട്ടലിലാണ് സംഭവം. രാത്രി 7:30 ഹോട്ടൽ അടയ്ക്കും. ലൈറ്റ് അണച്ചാലുടൻ ക്ഷേത്രക്കുളത്തിൽ നിന്ന് വരിവരിയായി ആമകളെത്തും. ഹോട്ടലിന് പുറത്ത് നിലത്ത് ഇലയിൽ വെച്ചിരിക്കുന്ന ഉപ്പുമാവും വടയും പഴംപൊരിയും വേണ്ടുവോളം കഴിച്ച് അച്ചടക്കത്തോടെ മടങ്ങും.
4-5 മാസം മുമ്പേ CCTV ദൃശ്യത്തിലാണ് രാത്രി ആമകൾ എത്തുന്നത് ഹോട്ടൽ ഉടമ കണ്ടത്. പിറ്റേന്നു മുതൽ ഇലയിൽ ആഹാരം വെച്ചു തുടങ്ങി. ഇതോടെ 7:30-നും 8-നുമിടയിൽ ആമക്കൂട്ടം എത്തിത്തുടങ്ങി. ദിവസവും എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും. 10 എണ്ണം വരെ മിക്ക ദിവസവും വരും. ക്ഷേത്രക്കുളത്തിൽ നിന്ന് 50 മീറ്റർ അകലെയാണ് ഹോട്ടൽ. ആദ്യ നാളുകളിൽ ആൾക്കാരെയും വെളിച്ചവും ആമകൾക്ക് പേടിയായിരുന്നു. ഇപ്പോഴത് മാറി. ആമകളുടെ വരവും തീറ്റയും കാണാൻ ഇപ്പോൾ നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വൻ മരം കടപുഴകി വീണു. രാവിലെ 9:30-ക്കാണ് മരം വീണത്. സ്റ്റാൻഡിന് മുന്നിലെ റെയിൽവേ ഭൂമിയിലെ വലിയ മരമാണ് കടപുഴകി വീണത്. ഈ സമയത്ത് യാത്രക്കാരും വാഹനങ്ങളും ഇല്ലാതിരുന്നതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ഖുർആൻ വാരത്തിന് തുടക്കമായി. അഹ്മദിയ മുസ്ലിം ഖലീഫയുടെ ആഭിമുഖ്യത്തിൽ ആഗോളതലത്തിൽ നടത്തുന്ന വിശുദ്ധ ഖുർആൻ വാരാചരണത്തിന്റെ ഭാഗമായാണ് വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിലും വിശുദ്ധ ഖുർആൻ വാരം ആരംഭിച്ചത്. ഖുർആൻ വാരാചരണത്തിന്റെ ആദ്യ ദിനത്തിൽ പാഞ്ഞാൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് കാസിം അധ്യക്ഷനായി. മൗലവി K ഉസ്മാൻ അഹമ്മദ്, മൗലവി മെഹബൂബ് അഹമ്മദ്, മൗലവി MS നിയാസ് അഹമ്മദ്, TK മസ്രൂർ അഹമ്മദ് എന്നിവർ വിശുദ്ധ ഖുർആനിലെ അവസാന കാലഘട്ടത്തിലെ പ്രവചനങ്ങൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെയും ഇസ്ലാം മതം ജീവനുള്ള മതവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനുള്ള പ്രവാചകനും അതേപോലെ തന്നെ ഖുർആൻ ജീവനുള്ള മതഗ്രന്ഥവുമാണ്. തുടർന്നുള്ള 6 ദിവസങ്ങളിലും വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഖുർആനിന്റെ അഭൗമിക ജ്ഞാനം മനുഷ്യജീവിതത്തിൽ എത്തിക്കുക എന്നതാണ് ഖുർആൻ വാരത്തിന്റെ ലക്ഷ്യമെന്നും കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കാലവർഷക്കെടുതി പാലക്കാട് ജില്ലയിൽ വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശം. പാലക്കാട്ട് ജില്ലാതല അവലോകന യോഗം. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ MLA-മാരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ഉടൻ ചേരും. അധികാരം ജനസേവനത്തിന് മാത്രമായി ഉപയോഗിച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കരുണയും സഹാനുഭൂതിയുമില്ലാത്തവർ നാടുവാഴുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മഹത്വം കേരള ജനത വ്യക്തമായി തിരിച്ചറിയുന്നുണ്ടെന്നും VT ബൽറാം. വിവിധ കേന്ദ്രങ്ങളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വീട്ടമ്മയ്ക്ക് പാമ്പ് കടിയേറ്റിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പിന്റെ സ്ഥിരീകരണം. താലൂക്ക് ആശുപത്രിയിൽ ആന്റിവെനമുണ്ടായിട്ടും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത നടപടി തെറ്റായിപ്പോയെന്നും ആരോഗ്യവകുപ്പ്. വിശദമായ അന്വേഷണത്തിന് DMOയെ ചുമതലപ്പെടുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.